റസിയ ഓ സംശയിക്കേണ്ട ആളെയാണ് സുബേർ തന്നെ, ടിക്ടോക്ക് സുബേർ. അല്ല അതൊക്കെ അറിയാലോ. നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് വന്ന്? എന്റെ ആരാധികമാർക്ക് സർപ്രൈസ് കൊടുക്കുക, അതാണ് സുബേറിന്റെ മെയിൻ പരിപാടി. എന്നാലും എന്റെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അതൊക്കെ ഞാൻ തേടി പിടിച്ചു വരും. എന്നെ അകത്തോട്ട് ക്ഷണിക്കുന്നില്ലേ? അല്ല ഇവിടെ നിൽക്കാം. എന്റെ വീട്ടിൽ ഇത്രയും വലിയൊരാള് വരുന്ന ആദ്യമായിട്ടാണ്. എല്ലാരും ഒന്ന് കണ്ടോട്ടെ. ഞാൻ വിളിക്കണ്ട, അതൊക്കെ ഭയങ്കര ശല്യമാവും. ഇപ്പം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, കൂടെ ടിക്ടോക്ക് ചെയ്യാൻ പറയുക. അതൊക്കെ എന്തിനാ വെറുതെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. ഇപ്പൊ വിശ്വാസമായില്ലേ? ആ വിശ്വാസമായി വരുന്നേ. നമുക്ക് അകത്തോട്ടൊന്ന് സംസാരിച്ചാലോ റൂമിനകത്ത്? അല്ല അകത്ത് എന്താണെന്ന് അറിയോ? കറണ്ട് ഇല്ല, ചൂടാണ്. കറണ്ട് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ടിക്ടോക്ക് എന്ന് പറയുന്നത് വലിയൊരു മഹാസാഗരമാണ്. ചിലവന്മാർ അതിൻ്റെ തീരത്ത് വന്ന് ചിലപ്പോൾ വലയിടും, അവർ ചില കണ്ണഞ്ചാളെ നത്തോലിയൊക്കെ കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഈ സമുദ്രത്തിൻ്റെ അടുത്തട്ടിലോട്ട് ഇറങ്ങി ചെന്നിട്ട് വലിയ വലിയ സ്രാവുകളും തിമിംഗലവും ഒക്കെ പിടിക്കുന്ന വലിയൊരു ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? റസിയ എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തിൻ്റെ തീരത്ത് ഈ മറ്റേ പകച്ചു നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ്. മനസ്സിലായില്ലേ? ആ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ. ഇതൊക്കെ പഠിക്കണം. ഒരുപാട് ടിപ്സുകൾ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് അകത്തിരുന്ന് സംസാരിച്ച് കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിച്ചു. അല്ലാതെന്താണെന്നറിയോ? അകത്ത് ഇതിനുള്ള സൗകര്യം ഒന്നുമില്ല. ചെറിയ കുടിച്ചു മുറികളാണ്. നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് നല്ലത്. ഇവിടെ മതി. അല്ല നിങ്ങൾ പറയും, ഇത് എങ്ങനെയാണ് ചെയ്യണത്? ഞാൻ പറഞ്ഞുതരാം. സംഗീതമാണെങ്കിൽ നമ്മൾ സപ്തസ്വരങ്ങൾ പഠിക്കണം. നല്ലൊരു അഭിനേതാവാകണമെങ്കിൽ നമ്മൾ മുഖത്ത് നവരസങ്ങൾ വരുത്തണം. ടിക്ടോക്ക് സ്റ്റാർ ആവണമെങ്കിൽ നമ്മൾ കലയെ എങ്ങനെ വികലമാക്കാം എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. കോക്കിരി കാണിക്കുക, അല്ല വേറെ ഒന്നുമില്ല. എങ്ങനെയാണ് കാണിക്കണേ? ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് പറയാം, ടിക്ടോക്കിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ട് സ്ലോ മോഷൻ വീഡിയോ ആണല്ലോ. നമ്മളിങ്ങനെ പതുക്കെ വന്നിട്ട് അത് സിമ്പിളാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. മനസ്സിലായില്ലേ? ടിക്ടോക്കിൽ നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യുക, കണ്ണാടി വയ്ക്കുക, ജസ്റ്റ് ഇതിന് കാല് കൊണ്ട് ഇങ്ങനെ അല്ല ഇങ്ങനെ ആദ്യം വീഴും, എന്നിട്ട് പതുക്കെ ഇങ്ങനെ എണീറ്റിട്ട് വീണ്ടും ഇങ്ങനെ ഇതൊക്കെ തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് അകത്തോട്ട് പോയിരുന്നല്ലോ. കട്ടിൽ കാണൂലേ? അല്ലല്ലേ, ഇങ്ങനെയാണ് സ്ലോ മോഷൻ ചെയ്യേണ്ടത്. ഒന്നുമല്ല, ഞാൻ അതിന്റെ ചെറിയൊരു ഇത് കാണിച്ചു തന്നത്. അവരെ തോന്നിയില്ല വീഴുന്നതാണെന്ന്. അതാണ് എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? എല്ലാവർക്കും എന്റെ ഡാൻസ് ആണ് ഇഷ്ടം എന്ന് പറയാം. എന്താ ചെയ്യുക, ദൈവം ഇങ്ങനെ വാരിക്കൊരി കഴിവുകൾ ഇങ്ങനെ എതിരെ ഇങ്ങനെ തന്നേക്കുകയാണ്. ഇപ്പൊ നല്ലൊരു ഡാൻസ് വേണം. മോഹൻലാലിന്റെ പാട്ട് വേണോ, കുഞ്ചാക്കോ വേണോ, ഋത്തിക് റോഷനോ, വിജയുടെ വേണോ? ഏതായാലും മതി. ഓക്കെ, ഞാനൊരു പാട്ട് എടുത്ത് ടിക്ടോക്കിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഇല്ല, ലോക്കാണ് 7356. ഓക്കെ, ഈ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കൂടെ കളിച്ചോണേ. അങ്ങനെ 2 3 4 ഇതങ്ങ് കളിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നാളെ തൊട്ട് വേണൊക്കെ രാവിലെ തൊട്ട് ഞാൻ ഡാൻസ് കളിക്കും. അതെ, പിന്നെ ഞാൻ വന്നത് ഇതിന് വേണ്ടിയിട്ടല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മളെ ടിക്ടോക്കിൽ അനീഷില്ലേ? അനീഷ് അറിഞ്ഞൂടെ? ടിക്ടോക്കിനകത്തുള്ള അനീഷ്, നമ്മൾ മറ്റേ കുമരട്ടക്കറൊക്കെ ചെയ്ത പാട്ടൊക്കെ പാടുന്നേ ആ കുമരട്ടക്കറ അനീഷില്ലേ? അവൻ ഇന്നലെ ബൈക്കിൽ വെച്ചിട്ട് ഒരു ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടി വട്ടം ചാടി, അങ്ങനെ ബൈക്കിൽ നിന്ന് വന്ന് വീണ് നടു ഒടിഞ്ഞു പോയി. ആശുപത്രിയിൽ ICUലാണ്. ഡോക്ടർ പറഞ്ഞത് അവൻ്റെ നില ഇത്തിരി സീരിയസ് ആണെന്ന്. നട്ടലൊക്കെ ഒടിഞ്ഞു പോയി. ഇപ്പോൾ ഒരുപാട് പൈസയുടെ ചിലവുണ്ട്. ഇപ്പോൾ 2 ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ കയ്യിലാണെങ്കിൽ പണയം വെക്കാൻ ഉണ്ടായിരുന്നു, എല്ലാം പണയം വെച്ച്. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് വാച്ച്, ഈ 50 രൂപയുടെ കണ്ണാടി മാത്രമേ ഉള്ളൂ.
എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ഞാൻ വല്ലാതെ ഫാൻസുകാരൊക്കെ. ഇവിടെ ഇല്ലാത്തോണ്ടേ ഇക്കനോട് ചോദിക്കാതെ അല്ല ഞാൻ പൈസ റസിയ തരണമെന്ന് പറയാൻ വേണ്ടിട്ടല്ല വന്നത്. പക്ഷെ അല്ല നിന്നോട് പൈസ ചോദിച്ചതല്ലാന്നെനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തല്ല. കാരണം അവന്റെ ഫാൻസുകാരൊക്കെ അവന്റെ നടുവ് ഒടിഞ്ഞത് ഇങ്ങനെ ആയിപ്പോ. നടുവ് അവൻ കിടക്കുന്നത് എങ്ങനെയാണ് ഗോപുരം പോലെ. നടുവ് ഇങ്ങനെ രണ്ടായിട്ട് ഒടിഞ്ഞിട്ട്. നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളി. അയ്യോ ഇത് വേണ്ട റസിയ. എന്താ റസിയ പറയുന്നത്? അങ്ങനെ മോതിരം അതല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമ്പോ സഹായിക്കണ്ടേ? അവന്റെ ഈ അവസ്ഥ ആലോചിക്കുമ്പോ അതാണ് നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് വിറ്റോ? വിൽക്കല്ലേ? വിറ്റോ. നമുക്ക് പണയം വെച്ചാലാ? വേണ്ട, നിങ്ങൾ ഇത് കൊണ്ടുപോയി വിറ്റ് പൈസ വെച്ചിട്ട് ഞാൻ അനീഷിന്റെ കയ്യിൽ കൊണ്ടുവിടാം. കാരണം അവന്റെ ഡ്യൂറ്റ് നാളെ തന്നെ നമുക്ക് ചെയ്യണ്ടേ. അവന്റെ വീഡിയോക്ക് നമുക്ക് ഡ്യൂറ്റ് അടിക്കണ്ടേ നമുക്ക്. അതുകൊണ്ട് ഞാൻ എത്രയും വേണ്ടത് ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറിൽ കൊടുക്കാം. അല്ല ആസ്പത്രിക്ക് ഞാനൊക്കെ കൂടി വേണമെങ്കിൽ. അയ്യോ വേണ്ട, നിങ്ങൾ വരണ്ട. നിങ്ങൾ എന്തിനാ വരുന്നത്? അതൊക്കെ അവനെ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര വിഷമാവൂലേ. നിങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അനീഷിന്റെ നടുവ് ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇങ്ങനെ ആവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അവനെ ഫോളോ ചെയ്ത് അവൻ്റെ ടിക്ടോക്കിൽ ഡ്യൂറ്റ് അടിക്കണം. അത് മാത്രം ചെയ്താൽ പോലും എൻ്റെ സുബൈറിൻ്റെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് അടിക്കണം. ലവ് ചിഹ്നം തന്നെ അടിക്കണം കേട്ടോ. ഡ്യൂറ്റ് അടിക്കണം കേട്ടോ. ഞാൻ റസിയയുടെ വീഡിയോയ്ക്ക് ഡ്യൂറ്റ് അടിക്കാം. ശരി എന്നാൽ ഞാൻ പോട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. പോയിട്ട് വിളിക്കണേ. ഞാൻ വിളിക്കാം, തീർച്ചയായിട്ടും വിളിക്കും. ഡെയിലി വിളിക്കും ഞാൻ. ഓക്കെ. ശരി.